സാങ്കേതിക സഹായം രാമകൃഷ്ണൻ വാണിയംപാറ. നാടകരചന പരശൻ ചാലിങ്കാൽ. സംവിധാനം പ്രഭാകരൻ ചാലിങ്കാൽ. ഞങ്ങൾ മാതൃസമിതി അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന നാടകം പടുതിരി. കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ നിന്നാലി പുൽമാടം പൂമേടയായടാ നിന്നാലി പുൽമാടം പൂമേടയായടാ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈ. അമ്മേ പേടിച്ചു പോയല്ലോ. മോള് പോലായോ മോളെ? അമ്മ നേരത്തെ പോയോ? ഓള് നേരത്തെ പോയില്ലേ. അവിടെ തുണിപ്പീടി തുറക്കുമ്പോഴൊക്കെ എത്തണ്ടേ. അങ്ങനെ ഓള് രാവിലെ പോയി. അമ്മമ്മേ മാമ ഉറങ്ങിയല്ലോ. ഈ അമ്മ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? നിന്റെ അച്ഛൻ എന്റെ മോനുണ്ടാകുമ്പോ ഒന്നിനും ഒരു മുട്ടും ഉണ്ടായി. 2 കൊല്ലായി. അന്ന് എനിക്ക് 18 വയസ്സ്. ദുബായിൽ പോയ ശേഷം നിന്റെ അമ്മ മോള് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട്ടിൽ പറ്റും വെള്ളം കുടിക്കുന്നത്. അമ്മമ്മേ എന്താ ഇത്? പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വർഷം കൂടി കഴിഞ്ഞ് പണിപ്പ് തിരിഞ്ഞാൽ മതില്ലേ? പിന്നെ എന്തെങ്കിലും ജോലി എനിക്ക് കിട്ടും പോരെ? അതിനാ മോളെ ഓള് കഷ്ടപ്പെടുന്നു. നിന്നെ ഒരു നല്ല നിലയിൽ എത്തിച്ചിട്ട് വേണം ഒക്കെ ഒന്ന് സമാധാനിക്കാൻ. പിന്നെ ഓള് പോകുമ്പോ എനിക്ക് എന്തോ പൊരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിന് എന്തെന്ന് അറിയില്ല. വെച്ചോക്കെ പിന്നെ കുറച്ച് പൈസ ഉണ്ട്. നീ ആ മോളെ ഈ വീടിന്റെ ആകെ ഒരു പ്രതീക്ഷ. അമ്മമ്മേ 2 വർഷമായി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. ഒരു ചെലവില്ല. എനിക്കറിയാലോ ഇവിടുത്തെ കഷ്ടപ്പാട്. നീ പോ മോളെ. മോളെ ഒന്ന് നിന്നേ. എന്തെല്ലോ കേക്കുന്നു. നീ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊന്നും ചെന്ന് ചാടരുത് മോളെ. സൂക്ഷിക്കണേ മോളെ. അമ്മമ്മേ ഞാൻ അമ്മമ്മയുടെ മോന്റെ മോളാ കേട്ടോ. നിന്നെ എനിക്ക് വിശ്വാസം മോളെ. ഒന്ന് നിന്ന് ഞാൻ എനിക്കൊന്ന് ഒഴിഞ്ഞോക്കട്ടെ. പഴയതായാലും പുതിയതായാലും ഇതെല്ലാം കൃത്യം ചെയ്യുന്ന കാലത്ത് വേണ്ടാത്ത വാർത്തകളൊന്നും കേട്ടില്ല. ഇതെല്ലാം എന്ന് നിന്നോ, എന്ന് സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്നത് നിന്നോ അന്ന് ഓരോ വീടിന്റെ വെളിയും കെട്ടു. എല്ലാം നശിച്ചു. മോളെ നീ പോ. എത്തിയിട്ട് വിളിക്കണേ മോളെ. ശരി അമ്മ. ടാറ്റാ. മോന്റെ മംഗലം കഴിഞ്ഞിട്ട് 1ാമത്തെ കൊല്ലാമ്പോ കിട്ടിയ മോള ആരെല്ലോ കാല് പിടിച്ച് ദുബായിക്ക് പോയി. അവിടെ എന്തോ കേസിൽ പെട്ട് ജയിലിലും വാങ്ങിച്ചു.
2 കൊല്ലം മുമ്പ് വന്നു. ഈ നാട്ടില് പണിയും തരം ഉണ്ടപ്പ. അങ്ങനെ 3 മാസത്തിന് ശേഷം എന്റെ മോൻ വീണ്ടും പോയി. പിന്നെ എന്റെ മോൻ അടുത്ത 7-ാം മാസാകുമ്പോ ഓള് വീണ്ടും പെറ്റു. ഈ പൊന്നു മോനെ അച്ഛനെ കാണാൻ ഭാഗ്യമില്ലാത്ത ഈ പൊന്നു മോനെ 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 ഒരു പാട്ട്. അല്ല എന്റെ പാട്ട് എന്തെന്നാ പ്രശ്നമില്ലേ? ഒരു പ്രശ്നമില്ല, കേൾക്കാൻ നല്ല പാടുണ്ട്. അതാ കാലിയെല്ലാം പൊട്ടിച്ചിട്ട് പാടുന്നത്. അല്ല ആ പാട്ട് ഞാൻ പാടുന്നത് നിർത്താം. നീ എന്നാലും എന്റെ മൊബൈലിൽ ഒരു പാട്ട് വെക്ക്. നല്ല പാട്ട് ഞാൻ വെച്ച. നല്ല പാട്ട് വേണ്ട, ഈ പാട്ട് തന്നെ വെക്ക്. ഇപ്പൊ അല്ല എനിക്ക് വരുന്നില്ലേ മൊബൈൽ നെക്കി നോക്ക്. അല്ല ഏത് പാട്ട് വെക്കണ്ടേ? ഇപ്പൊ നീ പാടിയ പാട്ട് അത് നല്ല പാങ്ങണ്ട് കേൾക്കാൻ. ആ പാട്ട് തന്നെ വെക്ക്. വെച്ചു. അയ്യോ എന്തൊരു കാലുവേദനയാണ്. പാട്ട് പാടിയിട്ട് ക്ഷീണായി പോയിപ്പാ. നോക്കറോ എന്താണ് ഞാൻ ഇട്ടാനും കൂടെ വരാപ്പാ. എന്താണ്? അല്ല ഇന്നല്ലേ നമ്മ ഇവിടെ എല്ലാം വൃത്തിയാക്കിയത്. അയ്യോ ഇതാരാ കൊണ്ടിട്ടതിപ്പാ? അല്ല ഈ കൊണ്ടിടുന്നവർക്ക് അറിയുന്നുണ്ട് ഇങ്ങനെ വൃത്തികേടാക്കി കൂടെ. അയ്യോ ഇത്ര വില പോടല്ലേ ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്നിട്ട് വെച്ചിട്ടില്ലേ? പിന്നെ ഇതാരാ കൊണ്ടിരുന്നത്? ഈ നാട് ഒരിക്കലും നോക്കറോ നിക്കണ കാട്ടുവാ. പഞ്ഞക്കരെ കൊണ്ട് നീ ഒന്നും നരാനി വീട്ടിലെത്തൂല. നാളെ പേപ്പറ് ഫോട്ടോ വരായിരുന്നു വേസ്റ്റ് ബോക്സ് നമുക്കനി പണി തുടങ്ങാവാ. അല്ല നീ എന്ത് പറയുന്ന മേറ്റ് വരന്റെ പണി എടുക്കണമെങ്കില്? അല്ല അപ്പൊ നീ ഒന്നും അറിഞ്ഞിട്ടേ ഇതുവരെ? അയ്യോ ഈ നാട്ടുകാർ മൊത്തം അറിഞ്ഞല്ലോ, എന്നിട്ട് നീ അറിഞ്ഞില്ലേ? അയ്യോ നമ്മളെ മേറ്റിന്റെ മോളല്ലേ ഏതോ ഒരുത്തനൊക്കെ മാഞ്ഞത്. അയ്യോ ഞാൻ ഇന്നലെ റേഷൻ പിടി ഏർപ്പെട്ടുണ്ടായിപ്പാ. വണ്ടി ഒന്നും കിട്ടിയില്ല, നടന്നിട്ടാണ് പോയത്. അപ്പൊ തെക്കേലെ സാവിത്രിയാണ് മുറ്റത്ത് നിൽക്കുന്നുണ്ടായി. ഓളാന്ന് പറഞ്ഞത് ഏതോ ഒരുത്തനൊക്കെ ഒരു കൂട്ടറിൽ പോകുന്നുണ്ടായിരുന്നു. അല്ല നീ കണ്ടിട്ട് ഓളെ വേഷം നടത്തും. അപ്പളീ ഞാൻ കരുതിനോട് കൂടുതൽ വൈകില്ല. അല്ല ഓ കണ്ണ വേണം ഒരു ബുക്കും തോളിലാക്കിട്ടല്ലേ വെന്ന് ഒപ്പിടാന്നും പറഞ്ഞിട്ട് ഓക്ക് പണിയെടുക്കണം. ഞങ്ങളെ കൊണ്ട് പണിയെടുത്താ പോരെ. പിന്നെന്നാ പറയുന്നത് ഇപ്പഴത്തെ പിള്ളേർക്ക് വേഷം ഉണ്ടാ. എന്ത് വേഷം ഇടുന്നില്ലേ? ഒരു പാൻറ് ഇട്ടാലോ അതിന് തോട്ട വേണ്ട, ബനിയൻ ഇട്ടാലോ ഫുൾ കാണുന്ന. പെമ്പിളേറെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ആമ്പിളറും കണക്ക് തന്നെ. നിങ്ങൾക്ക് പിന്നെ പറയാ വേണ്ട, ഒന്ന് കുനിഞ്ഞു തീർന്നാലോ ഷടീന്റെ പരസ്യം. എനിക്കോട്ടെ നമുക്ക് പണിയെടുത്താ. നമ്മളിവിടെ വെയിലിൽ പണിയെടുക്കുന്നതല്ലേ, വേഗം പോണ്ടേ. ആ മെമ്പറായിട്ട് വന്ന പറഞ്ഞ പണി തീർത്തില്ലേ അത് മതി. വായിരിക്കുന്ന വേഗം കനൊന്നുറ്റ പനി പിടിക്കുന്ന തന്നെ. എന്ത് തലയില്ല നിന്റെ തലയിൽ? അയ്യോ നിന്റെ തലയിലൊക്കെ വേഗം വരണ. അയ്യോ ഇവളെ കാണുന്നില്ലപ്പോ നീ അതിനെ പോയാ ആരെങ്കിലും കിട്ടിയില്ല. നോണ പറയാം വേഗം വാ. പണിക്കായിട്ട് അല്ല മെമ്പറല്ലേ ആ പോകുന്നത്? ഓർത്തു നീ കണ്ടിട്ടത് നോക്ക്. യോ മെമ്പർ ഒന്നാണ് നിക്കറ തേടെ ഈ കുട്ടി തിരിച്ചിട്ട് പോന്നേ. മെമ്പർക്ക് ഇപ്പൊ നമ്മളെന്നും കണ്ടുകൂടുക. ഞാൻ വെച്ചവരില്ല. അതെന്താ വരാത്തെ? ഞാൻ ഇപ്പൊ നല്ലോണം മാറ്റി വെള്ളത്തിന്റെ പൈപ്പ് നേരാക്കാൻ. അപ്പൊ നീ അന്നേ പറയുന്നുണ്ടാവില്ല ഇതുവരെ പൈപ്പ് നേരായിട്ടില്ലേ? ഇതുവരെ ആ പൈപ്പ്
അയ്യോ ഞങ്ങളെ രണ്ട് പെണ്ണുങ്ങൾ നിൽക്കുമ്പോ നോക്കാതെ പോകുന്നത് കണ്ട് ചോദിച്ചു മെമ്പറേ. ഈ കുയി ഇത്ര അടുത്ത് വെക്കാൻ പാടില്ല കേട്ടാ. ഇത് അടുത്തായി പോയി അങ്ങനെ കുഞ്ഞിനെ പറഞ്ഞു മെമ്പറേ. നിങ്ങളെ പണി അറിയുന്നോണ്ടാ പറഞ്ഞത്. കുയി കുയിക്കാൻ പറഞ്ഞാൽ നല്ല വൃത്തി കുയിക്കണം. വായ കൊണ്ട് കുഴിച്ചാൽ പറയും, കൈ കൊണ്ട് കുഴിക്കണം. പണി പറഞ്ഞിട്ട് ഞാനേച്ചി മടങ്ങി മടങ്ങി മടങ്ങിട്ടെടുക്ക്. നല്ലോണം കാലുകൊണ്ട് നീ മങ്ങിയെത്തി. അയ്യോ കുറച്ച് വയറെല്ലാം പറഞ്ഞിട്ട്. അല്ല മെമ്പറെ ഞങ്ങൾക്കൊക്കെ 100 പണി കിട്ടുക. അയ്യോ ജാനു കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറിച്ചു, അതുകൊണ്ട് പണി കുറവന്നെ. ആരെങ്കിലും ഏത് ചാരിട്ട് കൈ കാണണ്ട. ഞങ്ങൊന്നും വലിയ കൊട്ടാരത്തിലൊന്നല്ല നിൽക്കുന്നത്. ഓറ് മരത്തൊന്ന് വീണ്ടും കിടക്കും. തൂറാലും പൂത്തലെല്ലാം പായിലല്ലേ. മറ്റും വെള്ളം കുടിക്കണം. ഞാൻ എന്നെ പണിക്ക് പോകണം. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്ര ഫണ്ട് കുറവാ, അതുകൊണ്ടല്ലേ. മെമ്പറെ ചോദിക്കണ്ട. അല്ല നീ എന്താ നാട്ടിയെ മെമ്പർ എന്തിട്ടുവാ? അയ്യോ എനിക്ക് മെമ്പറെ എന്തിട്ടോ? നീ എന്താ നാട്ടിയെ? നീ അല്ലെങ്കിലേ എന്റെ നടുവ് ശരിയില്ല. നിങ്ങൾ ഈ രണ്ട് പെണ്ണുകളും കൂടി എന്നാ മുന്നിട്ട് കൊല്ലാനെന്ന് നോക്കുന്നതാ. എനിക്കിപ്പോ പോകാനോ മെമ്പർ വായിക്കുന്നത്? ഞാൻ മെമ്പർ ഒന്നും ഇട്ടിട്ടേയില്ല. പണി മതിയായിട്ട് മെമ്പറെ വെറുതെ ചൊറിയണ്ട. സീതേനും ഓനി പീടിയ മോനോ ഗൾഫില്. രോഗം എങ്ങനെ വീട് കൊടുത്തേ? എങ്ങനെ കിട്ടി മെമ്പറെ പറ. അവരെ പേര് മുമ്പിൽ ലിസ്റ്റിലുള്ളതാ, അതുകൊണ്ടല്ലേ. എല്ലാറ്റിനും ന്യായമുണ്ട്. വീട് വേണമെന്നവർക്കോ ഒന്നും വീടില്ല, വേണ്ടാത്തവർക്കോ എല്ലാം കിട്ടും. അല്ല അത് പോട്ടെ, വീട്ടിന്റെ മുമ്പിൽ ഒരു പൈപ്പ് ഉണ്ട്, അതിന് ഷൂന്നില്ല, കാറ്റല്ലാതെ വെള്ളം വരുന്നില്ല. അതെന്താ അങ്ങനെ? ഏയ് ജാനു, എനിക്കൊരു രസം കേൾക്കണം. എന്റെ ഓറ് നല്ല മക്കുവാക്കിട്ട് ഒരു ദിവസം സന്ധ്യക്ക് വീട്ടിൽ വന്നു. ഈ പൈപ്പിന്ന് ഷൂന്നില്ല, കാറ്റല്ലേ വരുന്നേ. ഈ കാറ്റ് വരുന്ന കൂട്ട് കേട്ടിട്ട് പാമ്പ് തൂക്കുന്നതെന്ന് പറഞ്ഞ് ഒരു വടിയെടുത്തിട്ട് അവിടെ പോയി. ഈ പൈപ്പ് ഇങ്ങനെയല്ലേ പാ നിൽക്കുന്നേ. മൂർക്കം തലപൊലിച്ചാകുമ്പോ അത് തച്ച് പൊട്ടിച്ചു. ഇതിപ്പോ പൊട്ടിച്ചത് ആരെയും ഞാൻ അന്വേഷിച്ച് നടത്തിയത്. ഞാനെന്നെ പൊട്ടിച്ചില്ല. വെള്ളം വന്നാലേ എന്തിനാണ് അവിടെ വെറുതെ വെച്ചിന്? വെള്ളം കൃത്യമായി കിട്ടുന്നേ. കിട്ടും കിട്ടും കിട്ടും. എന്ത് കിട്ടാനാ? അരി തീമാട്ടിക്ക് വെള്ളം എടുക്കാൻ പോയാല് പാനി നിറഞ്ഞു വരുമ്പോഴേക്കോ അരി വന്ന് ചീറ്റുണ്ടാവും. കണ്ണിന് മരുന്നൊട്ടിക്കുന്ന പോലെയല്ലേ വെള്ളം വരുന്നേ. പദ്ധതി ആക്ഷേപിക്കുന്നു, അതിലൂടെ ആയിരങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നു. ഞാൻ പോട്ടെ, ഞാനൊന്നും ഇവിടെ വരേണ്ടതല്ല. നിങ്ങളെ നേരത്തില്ലേ നേരത്തിന്റെ ഭർത്താവിന് സുഖമില്ലാന്ന് അങ്ങനെ ഓൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലേ ഞാനിവിടെ വരേണ്ടതല്ല. അല്ല മെമ്പറെ, മേറ്റിന്റെ മോൾ ആരെയോ ഒക്കെ പോയത് മെമ്പർ അറിഞ്ഞിട്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ. വേഗം ഈ കൈ കൊണ്ട് വയ്ക്കാൻ വന്നു, ഈ വായ കൊണ്ട് വയ്ക്കുന്ന എനിക്ക് വേണോ ഇപ്പൊ ഈ പടി? മെമ്പർ അറിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചത്. പിന്നെന്തോ ഇങ്ങ പറഞ്ഞില്ലല്ലോ. അപ്പൊ എന്തെന്ന് 10ാം ക്ലാസ്സിലാ? എന്ത് 10ാം ക്ലാസ്സിൽ ഇതിന്റെ അടുത്തൊരു പേപ്പറിൽ കണ്ടിട്ടേ എന്തെന്ന് ഇപ്പൊ അത് ഞാൻ വെച്ച് എന്തെന്നാ ഇങ്ങ പറഞ്ഞില്ലല്ലോ എന്നോട്. ഓർമ്മ കിട്ടുന്നില്ല അത്രാന്ന്. എന്തി മെമ്പറെ? അത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ആ ക്ലാസ്സിലുള്ളവരെന്നെ കൊല്ലുന്നോലും പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരാതിരിക്കാൻ നമ്മളും ജാഗ്രത പാലിക്കണം. ശരി, ഞാൻ പോട്ടെ. വൈകുന്നേരം ഞാൻ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടാകും. നിങ്ങൾ വോട്ട് എടുക്കുന്ന സമയമാകുമ്പോ ഞാൻ വരും. ശരി. പോയാ നോക്കിട്ട് വരുന്ന എന്തൊരു ജഡ്ജിയാണ്. പോയി 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 വലിയ ജഡ്ജിനാ വിചാരം. 5 വർഷമായി ഭരിക്കുന്നു. നാടിനും കൊണ്ടൂല, നാട്ടുകാർക്കും കൊണ്ടൂല, വീട്ടുകാർക്കും ഒട്ടും കൊണ്ടൂല. ഇനി ഒരു 5-6 മാസം കഴിയുമ്പോ ഇലക്ഷൻ വരും. അപ്പൊ ആരെങ്കിലും വരും. അപ്പൊ അവര് വരുന്ന് വന്നിട്ട് ഭരിച്ച് കാണിച്ചു കൊടുക്കണം മെമ്പർക്ക് എങ്ങനെയാ ഭരിക്കേണ്ടത്. അയ്യോ എന്തൊരു വെയിലാപ്പാ ചൂട്. അയ്യോ തളർന്നു പോയി. ഇപ്പൊ എന്തെന്ന് വെള്ളക്കൊത്ത് പോലെ ഉണ്ടായ ഞാനാ കറുത്ത കാക്കന്റെ കളറായി. ഇപ്പൊ ഈ ഈ തൊഴിലുറപ്പിന് വന്നേ പിന്നെ കറുത്ത് പോയി. വെള്ളം ഉണ്ടായ ടൈമില് ഞാൻ വെള്ളം കൊണ്ടുവന്നില്ല. പിന്നെ അല്ലെങ്കപ്പോ വെള്ളം കൊണ്ടിരുന്ന് എല്ലാം കുറിച്ച് നിർത്തിയിട്ടുവാ. അയ്യോ അയ്യോ നീ നോക്കറാ. ഒരു ഇരുമ്പിയിൽ വെള്ളല്ലേ കുടിച്ച് നീ ഇവിടെ പറയുന്ന കേട്ട് പോകുന്ന എല്ലാം കുടിച്ചു. നിന്റെ വെള്ളം നീ തന്നെ വെച്ച എനിക്ക് വേണ്ട. ഒരു ഇരുമ്പിലെ വെള്ളമല്ലോ ഒരു കുപ്പി മൊത്തം നീ കുടിച്ചിട്ട് പറഞ്ഞതല്ല. നമുക്കിത് വൈകുന്നേരം വരെ ഒപ്പിക്കണ്ടേ? ആട്ടെ നിന്റെ വീട്ടിൽ നിന്നാലെ സന്ധ്യക്ക് കൂട്ടിയാട്ടെ. എന്റെ വീട്ടിൽ എപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ കൂറ്റി കളിമ്പുന്ന കുറ്റി ഇങ്ങനെ ഉണ്ടാകും തമ്മില്. എപ്പോഴും വരുന്ന പോലെ വന്നു. അല്ല ഈ സന്ധ്യക്ക് വിളക്ക് വെക്കാൻ നമ്മൾ മാത്രം ഇതിലേക്ക് കളിമ്പുന്നേ. കുടിച്ചിട്ട് വരുന്നേക്ക് വിളക്ക് വെക്കുന്ന സമയം ഉണ്ടാവും.
കരുതിയല്ലേ വരുന്നേ? അല്ല നീ ഇന്ന് പണിക്ക് പോയിട്ടേ? ഇല്ല, ഇന്ന് പോയിട്ടില്ല. അതെന്താ? നല്ല സുഖമില്ല, അതുകൊണ്ട് ഞാൻ പുതിയതാ കുപ്പായ? കൊറേ ആയി ഇടാതെ തോന്നുന്നത്. ഓ നല്ല രസമുണ്ടല്ലോ. അതെയാ, കാണാൻ നല്ല പാവം. തൊഴിലുറപ്പിന്റെ പശുപിടി നമുക്ക് മണിക്കത് തോരാണ്. അല്ല, നിന്റെ മോളെ വിവരമൊന്നും ഇല്ലേ? മോള് വിളിക്കാറുണ്ട്. മോക്ക് അടുത്ത മാസം പരീക്ഷയാ, അത് കഴിഞ്ഞേ വരാൻ പറ്റും. കൊറേ ആയില്ലേ അവള്? കൊറേ ആയി പോയിട്ട്, ഇനി 1 വർഷം കൂടി ഉണ്ട്. എവിടെയാണ് പഠിക്കുന്നേ? മംഗലാപുരത്ത്. ഓ മംഗലാപുരത്താ. മംഗലാപുരത്ത്. അല്ല, നിങ്ങളെ രണ്ടാളേ ഉള്ളൂ ഇവിടെ? അവരെല്ലാം അപ്പുറം ഞങ്ങൾ ഈ പൊരി വരുന്നുണ്ട്. അതെയാ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ടൊന്നും വരുന്നില്ലേ? 2 ദിവസത്തെയും കൂടി ഇവിടെ പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ അതെയാ, അമ്മ എപ്പോഴും പറഞ്ഞോണ്ടേ ഇരിക്കും നിങ്ങളെ കാര്യം. എപ്പോഴാ വരുന്നേന്ന്? അപ്പൊ നാളെ വരാന്ന് പറയാം അമ്മ. പറയാം. അയ്യോ ജയന്തി, നിന്റെ ഒരു കഷ്ടപ്പാട് എന്താ നാക്കല് സഹിക്കലന്നെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമുള്ള ശാന്തിത്തെ, അതെല്ലാം എന്റെ വിധിയല്ലേ, ഞാൻ സഹിച്ചേ പറ്റൂ. ഞാൻ പോട്ടെ, എന്റെ കുഞ്ഞിക്ക് മരുന്ന് കൊടുക്കണം കേട്ടോ. നീ എന്താ ഇരിക്കുന്നത്? വാ പണിയെടുക്കാലോ. കഷ്ടം, പാവം എന്നെ ഓനുണ്ടാകുമ്പോ റാണിയെ പോലെ കഴിഞ്ഞു. ഇപ്പോഴോ പെരുങ്ങലെന്നെ പെരുങ്ങൽ. ഓക്ക് ഒരു മോളെ എവിടെ പഠിക്കുന്നില്ലേ? അതന്നെ. ഒരു അമ്മമ്മയും ഇല്ലേ? ഒരു ചെറിയൊരു കുഞ്ഞും. മോനെ എഴുന്നോ മരിച്ചിട്ട് ദുബായി നിന്നൊക്കെ കൊണ്ടുവന്നല്ലേ. അപ്പൊ ഇവരെല്ലാം നോക്കണ്ടേ? അപ്പൊ പിന്നെ കഷ്ടപ്പാടെന്നല്ലേ. ഇനി ആ മെമ്പർ വരുമ്പോ ഇതെല്ലാം തീർത്തിട്ട് പോവാ. വാ പണിയെടുക്കാം. അല്ല നീ ഇരിക്കാനാ വന്നിനി? ഞാൻ വരാം. അയ്യോ ഞാൻ പണിയെടുക്കണം, ഇവിടെ ഇരിക്കണം. അതല്ല അടിയിൽ ഇപ്പൊ ചേതരി വരും. നീ ഒന്ന് വന്നേ. അല്ല, ഒരു കുഞ്ഞു ഒറ്റക്ക് തന്നെ വരുന്നു. നീ വന്നേ. ഓർത്തു കൊടുത്തു. നിനക്ക് കണ്ണും കാണുന്നില്ല, നോക്ക്. വേറെ ആരി കൊണ്ടാന്നല്ല കുഞ്ഞു വരുന്നത്. ഇപ്പൊ തന്നെ ഇങ്ങനത്തെ കുഞ്ഞിന് ആരെങ്കിലും അനിയത് മിണ്ടിയാലല്ലോ ആരെന്ന് അറിയുന്നത്. നമ്മളിനി എന്തെങ്കിലും ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ. കുഞ്ഞെ ടീച്ചറോ വിളിച്ചേ. ടീച്ചറെ ഒന്നിങ്ങോട്ട് വന്ന് ഈ കുഞ്ഞാരും നോക്കിയാൽ. അയ്യോ, അത് ഞങ്ങളെ സ്കൂളിലെ കുട്ടിയാണല്ലോ. ഓ അതെയാ? മോളെ എന്ത് പറ്റി മോളെ? ഇവളവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അച്ഛൻ പോലീസാണ്. ഓ അമ്മ ടീച്ചറും. എന്നാ പേര് വിളിക്കാറോ ടീച്ചറെ? ബാഗിൽ ചിലപ്പോൾ അവിടെ അച്ഛൻ്റെ നമ്പർ കാണും. എന്നാ വേഗം നോക്കറ ടീച്ചറെ. വേണ്ട, ഞാൻ നോക്കാം. ഇതെന്തോ സംശയമുള്ള വസ്തുവാണെന്ന് തോന്നുന്നു. നമുക്ക് പോലീസിന് വിവരം അറിയിക്കാം. പാടില്ല, ചിലപ്പോൾ അത് മയക്കുമരുന്നാകാനുള്ള സാധ്യതയുണ്ട്. പോലീസ് സ്ഥലത്തെ അത് കൊടുത്തു കാണും. അതാ കുട്ടി മയങ്ങിയിരിക്കുന്നത്. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ സാർ? ഇവിടെ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് സംശയാസ്പദമായ ഒരു പൊതി കിട്ടിയിട്ടുണ്ട് സാർ. സാർ ഒന്ന് ഇവിടം വരെ വരുമോ? ഈ പുള്ളൂർക്കര പാലത്തിനടുത്ത് വന്നാൽ മതി സാർ. ഓക്കെ സാർ. ചില മയക്കുമരുന്നിന് മണമില്ലെന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കും. എങ്ങനെ പിള്ളേരെ വിശ്വസിച്ചിട്ട് വിടാന്? പോലീസ് വരുന്നുണ്ട്. ഇങ്ങനെ കുറിച്ച് കുറിച്ച് പറയാതെ ഈ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോവാ. ടീച്ചറെ, കുട്ടിയുടെ ബാഗിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞ ആ സാധനം എവിടെ? തരും. സാറേ കുക്കൂസ് വഴി. ഇത് ഗ്ലൂക്കോസ് പൗഡർ അല്ല, ഇത് മാരകമായ ലഹരി മരുന്നാണ്. ഗ്രാമിന് 4000 രൂപ വരെയുണ്ട്. ഈ കുട്ടിക്ക് ആരോ ലഹരി നൽകി സ്വാധീനിച്ച് കരിയർ ആക്കിയിട്ടു.
നല്ല വിദ്യാഭ്യാസമുള്ള വീട്ടിലെ കുട്ടികളെ പോലും ലഹരി മാഫിയ കീഴടക്കും. അതും എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ കുട്ടികളെ പോലും. കുറവില്ല സാറേ. വൈകുന്നേരം ആകുമ്പോ ആ പ്ലാന്റേഷന്റെ പാറയില്ലേ, ആടെ പോയിട്ട് നോക്കണം. എത്ര ചെറുപ്പക്കാരാ ഓരോരോ മൂലയിൽ ഇരുന്നിട്ടുണ്ടാവുക. പാതി രാത്രിക്ക് വീട്ടിൽ വരും. എന്താന്ന് ചോദിക്കുമ്പോ എന്താ പോയാലും ചോദ്യം. എല്ലാറ്റിനും ഭ്രാന്ത് തന്നെ സാറേ. മക്കളെ പഠിക്കാൻ വിട്ടാൽ മാത്രം പോരാ, അതോടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നാണ് രക്ഷിതാക്കളുടെ ഭാവം. പിന്നെ ഞങ്ങളും കൂടെ പോണം. വേണ്ടി വരും. എന്നും നമ്മൾ പിന്തുടരണം. എന്നും രക്ഷിതാക്കൾ നിയന്ത്രിക്കാത്ത കുട്ടികളാണ് കൂടുതലും വഴിതെറ്റി പോകുന്നത്. ടീച്ചറെ, ഈ കുട്ടിയൊന്ന് വീട്ടിലെത്തിക്കും. ഈ ലഹരി വസ്തു നിയമ നടപടികൾ പാലിച്ചുകൊണ്ട് ഞാൻ കൈകാര്യം ചെയ്യാം. അയ്യോ അയ്യോ സർ, എന്താ ടീച്ചർ? ടീച്ചർ എന്താ പറ്റി? മോളെ മോളെ എന്ത് മോളെ മോളെ മോളെ. നിങ്ങളാരാ? ഞാൻ വാർഡ് മെമ്പർ. നല്ലത്. മെമ്പറെ ഇങ്ങ് വരൂ. നിങ്ങളൊക്കെ ഉണ്ടായിട്ടാണോ ഈ ചെറിയ കുട്ടികൾ പോലും ലഹരി ഉപയോഗിക്കുന്നത് തടയാൻ കഴിയാത്തത്? സർ, ഇപ്പൊ കൂടി ഞാനൊരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയാ സർ. എന്നിട്ട് ബോധം വന്നോ? മെമ്പറെ, ഇതൊക്കെ കാലങ്ങളായി പല വകുപ്പുകളും നടത്തി വരുന്നു. റെയ്ഡ്, അറസ്റ്റ്, ബോധവൽക്കരണം, എന്നിട്ടും ലഹരി മാത്രം കുറയുന്നില്ല. സാറേ, ഈ പുള്ളന്മാരെ ചണ്ടക്ക് നല്ല ചൂരലോണ്ട് 4 എണ്ണം പൊട്ടിച്ചാല് ഈ എല്ലാം നന്നാവും. ഞാനെന്തേ നാട്ടിൽ നിർത്തിയത് 16 വർഷം തല്ലിനെ പഠിച്ചിട്ട്. അയ്യോടാ, നീ പഠിച്ചു നിർത്തിയ കാര്യം എല്ലാവർക്കും അറിയാം. അല്ല, ഞാൻ ഇതാക്കി നീ ഒന്ന് പറഞ്ഞ ഞാൻ ഇതാക്കി. അതൊന്നല്ല സാറേ കാര്യം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുധുനി ഇവള് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കത്ത് കൊടുത്തു. അതില്ലേ ടീച്ചറെ, കുട്ടികൾ കൗതുകം കൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. പെട്ടെന്ന് പ്രേരണകളിലും പ്രചോദനങ്ങളിലും വീണു. അവരെ കരുതലോടെ വേണം കൂടെ നിർത്താൻ. ചേർത്ത് നിർത്തി ഒന്ന് തലോടിയാൽ അവർ സുരക്ഷിതരാണെന്ന് ബോധ്യപ്പെടും. അതിന് അച്ഛനും അമ്മയും ടീച്ചറും നാടും ജനപ്രീതികളും ഒന്നടങ്കം തയ്യാറാവണം. സർ, എന്റെ വാർഡിൽ ഒരു കുഞ്ഞു പോലും ഈ കെണിയിൽ വീഴാതിരിക്കാൻ ഇന്നു മുതൽ ഞാനും പോലീസിനൊപ്പമുണ്ട്. ഈ വീട്ടിൽ ആരും കാണുന്നില്ലല്ലോ. ആരും ഇല്ലേപ്പാ. ചുറ്റ് കഴിയുന്നില്ല. കാലാണെങ്കിൽ ഭയങ്കര വേദന. അങ്ങനെ നിന്നോട് ഞാൻ വെള്ളം തീർക്കുമ്പോഴേ വന്നിട്ട് തീർക്കല്ല. എനിക്ക് അങ്ങനെ അപ്പൊ തായ്ക്കുമ്പോ വെള്ളം കുടിക്കട്ടെ. കുടിക്കണം, എന്നിട്ട് എല്ലാം ഒക്കെ തീർക്കല്ല. ദേവകമ്മ ഒരു കുപ്പി വെള്ളത്തിന് ഇങ്ങോട്ട് വന്നേ. നിന്നോട് എനിക്ക് 2 വർത്താനം പറയാനില്ല. എന്തേ? അയ്യോ, ഇന്നലെ നിന്റെ നായി എന്തെന്ന് പണിയായി കാണിച്ചേ. അയ്യോ, എന്റെ വീട്ടിൽ വന്നിട്ട് ഇന്നലെ ഒരു ചെരുപ്പ് വീട്ടൊക്കെ വെച്ചിട്ടില്ല. ഇതൊക്കെയല്ലേ ഒരു നായ്ക്കുഞ്ഞ് നിന്റെ ചെരുപ്പെല്ലാം കടിച്ചു പൊട്ടിക്കുന്നത്. എല്ലാം കടിച്ചു മൂർച്ചിട്ട് 4 ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. നിന്റെ ഒരു ചെരുപ്പ് എന്റെ വീട്ടിലില്ല. നായിന്നത് കൊണ്ട് അപ്പൊ നിന്റെ കോഴി എന്താ നാക്കുന്നേ? പോയി വന്നോ? അയ്യോ കയ്യപ്പ. അയ്യോ, എന്റെ വീട്ടിൽ 2 പയറിന്റെ വണ്ടി ഉണ്ടായി. അതിന് തിരി വരെ തിന്നിട്ടാകുമ്പോ ഒന്നും ബാക്കിയില്ല. അത് ഉണക്കി കഴിയും. ഒരു പയറിന്റെ ഇല തിന്നിട്ട് വേണം എന്റെ കോഴിക്ക് വളരാൻ. നീ വലിയ പറയണ്ട. നീ ചമ്മന്തി അരച്ച എന്റെ തേങ്ങയുണ്ടല്ലേ. അപ്പൊ നിന്റെ തേങ്ങ ഇടാവുന്നത് എന്റെ വളപ്പിലല്ലേ? ഒരു തേങ്ങ വീമളെ കെട്ടു. എനിക്ക് ഒന്നും കിട്ടുന്നില്ല. അത് ഇങ്ങൊന്ന് പറഞ്ഞ എന്റെ വളപ്പിൽ വീണ തേങ്ങ ഞാൻ നിനക്ക് തരുവാ. ഇവളോട് ആരിപ്പ പറയുന്നത്? നീ എല്ലാം എടുത്തോ തേങ്ങയല്ല. നിന്റെ തേങ്ങ വലിച്ച് കമ്പ്ലീറ്റ് വലിച്ചിട്ട് അപ്പുറം കെട്ടു. ഞാനത് മുറിക്കുന്നു. തീർന്നില്ലേ? നിന്റെ പോയി എന്റെ വളപ്പിൽ വന്നാൽ ഞാൻ എന്നെ കറി വെച്ച് നീ എന്നെ കറിച്ച് ഞാൻ കുറെ അപ്പം ചുട്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. എന്തിനിങ്ങനെ ഒച്ച എടുക്കുന്നുണ്ടാ? നിങ്ങൾ ഒച്ച കേട്ടിട്ട് കുഞ്ഞണിട്ടു. ആര് വെള്ളം ചോദിച്ചിന് വെള്ളം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെ കാര്യം നിങ്ങളെ വീട്ടില്, അതൊന്നും ഇവിടെ പറ്റൂല. അതിന് ഞാൻ വന്തി പറഞ്ഞു. ഞങ്ങളൊന്നും പറഞ്ഞില്ല. അയ്യോ, ഞങ്ങൾ ആരും ഒട്ടൊക്കെ നോക്കി ഇല്ല ദേവയമ്മേ. ഒരു നുണ പറയാതെ എന്നിട്ട് നീ ആ രാഘവനെ അവളെ കുറിച്ച് വേണ്ടാതിനെ പറഞ്ഞേ. ഓ, ഇവള് വലിയ മാണിക്ക. ഇവളെ കഥയറിയോ? ഇവളോൻ ദിവസം കുടിച്ച് സന്ധ്യക്ക് വന്നിട്ട് ഇവളെ തല്ലല വഴി. അത് നാട്ടിലെ പാട്ടാ. നിന്റെ വലിയ കാമദേവൻ. താക്ക് കൂടി മാത്രമല്ല, രാത്രി എല്ലാരും ഉറങ്ങിയിട്ട് കിടന്നെടുത്ത് കാണുന്നില്ലല്ലോ.
ഒന്ന് നിർത്തിയ നിനക്ക് എന്തിനാ അപ്പൊ ഓനുള്ള കാര്യം? അങ്ങനെ അല്ല, നിങ്ങൾ എന്തിനും ഇങ്ങനെ വഴക്കിടുന്നത്? നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ? ഞങ്ങൾ ഒരു കുഴപ്പമില്ല. പിന്നെ എങ്ങനെ എന്റെ കുഞ്ഞെണീച്ചത്? വഴക്കിട്ടിട്ടല്ലേ? തൊഴിലുറപ്പ് പണിക്കാരുള്ളത് കൊണ്ട് 4 മുരട് കവുങ്ങിന്റെ തടം എടുക്കുന്നു. പിന്നെ ആരെ കിട്ടാനിപ്പ? കിട്ടിയാ മതിയോ? അങ്ങനെ കൂലിയും കൊടുക്കണ്ടേ? ഇന്നത്തോടെ തടം എടുത്തിട്ട് തീരോ ജാനോ? ദേവയമ്മേ, അങ്ങനെ തലക്കൽ ഒരു 14 എണ്ണം ബാക്കിയുണ്ട്. അത് ഞാൻ നാളെ വന്ന് ചെയ്യാം. ഈ എന്നാലും എനിക്ക് ഇവളോട് 2 വർത്താനം പറയാനുണ്ട്. അയ്യോ, നിർത്തോന്ന് നീ. എന്ത് നിനക്ക് പറയാനില്ലേ? 3 ദിവസം മറ്റോ പറഞ്ഞ ചവിട്ടി വീട് ഞാൻ പറ്റിക്കും. പറഞ്ഞില്ല എന്നാ നീ ചവിട്ട്. അല്ല, ഇവളെ കാര്യം ആർക്കെങ്കിലും അറിയോ? ഇവളിലെ ഓന്റെ അമ്മക്ക് അരിഷ്ടാന്നും പറഞ്ഞിട്ട് പശുവിന്റെ വീത്രത്തില് തേൻ ഒഴിച്ചു കൊടുത്തോലാണ് ഇവള്. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അമ്മേ, പോലീസ് ഇങ്ങോട്ട് വരുന്നത്. അയ്യോ, പോലീസ് മോളെ, എന്തിനാ അവർ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ ജയന്തി. എന്ത് സാർ, വല്ല പ്രശ്നവും? നിങ്ങളുടെ മകൾ എവിടെയാ പഠിക്കുന്നത്? അങ്ങ് ദൂരെ മംഗലാപുരത്ത്. അവൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് സർ രാജസദൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണോ? അതെ. എന്ത് സാർ, എന്റെ മോൾക്ക് എന്തെങ്കിലും? ഏയ്, അവൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ 2 ആൺകുട്ടികളെയും 2 പെൺകുട്ടികളെയും കഴിഞ്ഞ ദിവസം ലോഡ്ജിൽ വെച്ച് പിടികൂടി. അയ്യോ, എന്റെ മകൾ. അതിൽ നിങ്ങളുടെ മകളില്ല, പേടിക്കണ്ട. മയക്കുമരുന്നുമായാണ് പിടികൂടിയത്. ചോദ്യം ചെയ്തപ്പോൾ നിങ്ങളുടെ മകളുടെ പരിചയക്കാണെന്നാ പറഞ്ഞത്. അതൊന്നറിയാൻ വേണ്ടി വന്നതാ, അത്ര മാത്രം. മോൻ ദുബായിന്ന് ജീവനില്ലാതെ സാറേ വന്നത്. ആകെ ഒരു പ്രതീക്ഷ ആ മോളില്ല. പേടിച്ചു പോയി സാറേ. നെഞ്ഞിന്ന് പടപടാ പഠിച്ചു. അവളുടെ മുറി എവിടെയാ? എന്തിനാ സാറേ? ഒന്ന് പരിശോധിക്കാനോ? ഒന്ന് തെളിച്ച് പറ. പിടിക്കപ്പെട്ട നാലുപേരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വല്ലതും അറിയാൻ പറ്റിയാലോ എന്ന് കരുതി മാത്രം. ആകെ സാറേ, ഇവിടെ ആകെ 2 മുറിയേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം സാറേ. നീ വിഷമിക്കണ്ട ജയന്തി. പോലീസ് നമ്മളെ പേടിപ്പിക്കാൻ ചെയ്യുന്നില്ല. എന്തോ പറ്റിയിട്ടുണ്ട് എന്റെ മോൾക്ക്. ഇത് അല്ലെങ്കിലേ പോലീസിന്റെ എല്ലാ പരിപാടിയും ഇങ്ങനെ. അത് പോലീസിനെ പറ്റിയിട്ട് പണ്ടേ ഇതിനെ ചൊല്ലി കള്ളം മുമ്പിലുണ്ടെങ്കിലും പോലീസ് ആകാശത്തിലേക്ക് വെടിവെക്കല്. എന്താ ഒരു ആലോചന? ഒന്നുമില്ല സാറേ, ഞാൻ എന്തോ ഒരു പയം പറഞ്ഞു. ഒന്നുമില്ലേ? ഇല്ല സാറേ, ഞാൻ എന്തോ. നിങ്ങൾക്കൊക്കെ എന്താ ജോലി? ഒരു പണിയില്ല സാറേ. തൊഴിലുറപ്പിനൊക്കെ പണിയല്ലേ കഞ്ഞി കറി വെക്കല്. ഇതാ പറയുന്നത് സ്ത്രീകൾക്ക് അവരുടെ വില അറിയില്ല. എത്രയാ സാറേ വില? പറയാം. നിങ്ങൾക്ക് മക്കളുണ്ടോ? ഇല്ല സാറേ, ദൈവം തന്നിട്ട. ദൈവം ഭർത്താവില്ലേ? ഓ ഉണ്ട് സാറേ, എപ്പോഴും കുടിയും വരും. 21 കൊല്ലായി ഞങ്ങളെ മംഗല കഴിഞ്ഞു. കൊറേ നേർച്ചെന്ന്. ദൈവത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭർത്താവിനെ പറയാം. ചെറുപ്രായത്തിൽ തന്നെ ബീഡിയും മദ്യവും ലഹരിയും ഉപയോഗിക്കുന്നവർക്ക് കുട്ടികൾ ജനിക്കാൻ സാധ്യത കുറവാണ്. അഥവാ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അംഗവൈകല്യം, ബുദ്ധിമാന്ദ്യം, അന്ധത എന്നിവയും ഉണ്ടാവും. കൂടാതെ ത്വക്ക് രോഗവും ഉണ്ടാവും. സാറേ, പെണ്ണിനെ വില പറഞ്ഞിട്ടില്ല. പറയാം. നിങ്ങൾ രാവിലെ മുതൽ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് വീട്ടില്? അയ്യോ സാറേ, രാവിലെ എണീക്കും, കാൽമം കവും, പിന്നെ മുറ്റടിക്കും, വെള്ളം കോരും, പാത്രം കവും, ചോറും കറിയും വെക്കും. വൈകുന്നേരവോളം തന്നെ പണി. ഈ ജോലി മറ്റൊരാൾ ചെയ്താൽ എത്ര കൂലി നൽകേണ്ടി വരും? ആര് വരുന്ന ഈ പണിക്ക്? ഞങ്ങൾ എന്നെ പെരഞ്ഞല്. ഈ ജോലി മറ്റൊരാൾ ചെയ്യുകയാണെങ്കിൽ 800 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. ആ ജോലി നിങ്ങൾ ചെയ്യുമ്പോൾ അത്രയും രൂപ വീട്ടിൽ ബാക്കിയാകുന്നു. മാസത്തിൽ 24,000 രൂപയാണ് നിങ്ങളുടെ വീട്ടിലെ സമ്പാദ്യം. അത്രയും രൂപ നിങ്ങളുടെ ഭർത്താവിന്റെ പോക്കറ്റിൽ ബാക്കിയാവുന്നത് നിങ്ങൾ അധ്വാനിക്കുന്നത് കൊണ്ടാണ്. ഒരു കാലമാക്കിയ ശരി ഞാൻ കണ്ടിട്ടില്ല. വെറുതെ ഈ പേക്കാന്താ പറയാതെ സാറേ. ആട്ടെ, ആ പെണ്ണിന്റെ മുറി എന്തെങ്കിലും കിട്ടീന? ഹലോ, എത്രയും പെട്ടെന്ന് തഹസിൽദാർക്ക് കത്ത് നൽകണം. അതെ, ജയന്തിയുടെ വൈഫോ ലേറ്റ് ചെയ്യാം. ഓക്കെ, ശരി.
നിങ്ങളെ ജീവിതമാക്കിയത് നിങ്ങൾ ഞാൻ അയ്യോ, എന്താ എന്റെ മോക്ക് പറ്റിയത്? എന്താ എന്റെ മോക്ക് പറ്റിയത്? ആരാ ഈ പ്രാന്തിന്റെ മരുന്ന് നൽകിയത്? ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? നല്ല നിലയിലെത്താൻ പഠിക്കാൻ പറഞ്ഞു എന്താ പറ്റിയത് എന്റെ മോക്ക്? ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ദൈവമേ, ജയന്തി നീ എന്തെങ്കിലും ഇട്ടിട്ട് കൊടുക്ക്, അവൾ എന്തെങ്കിലും ചെയ്യട്ടെ. അയ്യോ, നിനക്ക് എന്താ പറ്റിയത് മോളെ? നിനക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ആരെങ്കിലും ജാനു ജാന്ത് ആരെങ്കിലും ഒന്ന് ഓടി വാ, ഓടി വാ, ഓടി വാ. നീ എന്താ ചെയ്ത്? എല്ലാത്തിനും കൊല്ലും. നീ എന്താ ചെയ്ത്? കൊല്ലും ഞാൻ. ഒന്ന് ചെയ്യ. കൊല്ലണം. എല്ലാത്തിനും കൊല്ലണം. ആരെ പറഞ്ഞിട്ട് നിനക്ക് എല്ലാത്തിനും കൊല്ലും ഒഴിച്ച് വീട് വെച്ചിട്ട് അടങ്ങിയിരിക്കണം. വെണ്ടി പോകരുത്. ഓടിപ്പോയാൽ നോക്കണം. അടങ്ങരുത്. ശബ്ദിച്ചെടുക്കും. നിങ്ങളകത്ത് പോ. നിന്റെ ശൗര്യം അനങ്ങിപ്പോരുത്. ഒരിക്കൽ ഇവൾ പാറിപ്പറക്കുന്ന പൂത്തുമ്പിയായി, പിന്നീട് പ്രതീക്ഷകളെ ചിറകുവിരിച്ചു പറക്കുന്ന ചിത്രശലഭമായി, അറിവും വിവരവും ആർജിക്കേണ്ട പ്രായത്തിൽ തലച്ചോറിനെ മതിക്കുന്ന വിപ്രവ പേക്കൂത്തിന്റെ വിഷവിത്ത് പാകിയ വയൽപ്പരപ്പിൽ സഹപാഠികളുടെ സ്വാധീനത്തിൽ വിലയം പ്രാപിച്ച്
സ്വന്തം ഭാവി പോലും പരിഗണിക്കാതെ സ്വയം വിപണി പോലും കണ്ടെത്തിയ കച്ചവടക്കാരിയായി. തന്റെ വഴിയിടങ്ങളിൽ തടസ്സമെന്ന് കണ്ടപ്പോൾ നൊന്തുവെറ്റ അമ്മയെ, പാലൂട്ടിയ അമ്മയെ ശത്രുവായി കണ്ട് കൊന്നു തീർത്തു. ഹേയ്, കണ്ണടച്ചിട്ടാക്കല്ലേ, തുറന്നു വിടി, ചുറ്റിലും കാണും ചോര ഒഴുകുന്ന നരകങ്ങളെ. ഇവൾ നിങ്ങളുടെ കണ്ണിൽ, നിയമത്തിന്റെ കണ്ണിൽ കൊലപാതകം. ഇവൾ അമ്മയെ കൊന്ന നീച. ഇവളെ ഈ വിധമാക്കിയാൽ നിങ്ങൾ ചിലരോ എന്നുമെന്നും മാന്യന്മാർ.